Hi students, welcome to the lecture. Now we will be dealing with Competition Act. അപ്പോൾ നമ്മുടെ MRTP ആക്ടിനെ റിപ്പീൽ ചെയ്തതിന് ശേഷം 2002 ഫോം ചെയ്തിരിക്കുന്ന ആക്റ്റാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. കോമ്പറ്റീഷൻ ആക്ടിൻ്റെ ഉദ്ദേശവും എന്ത് തന്നെയാണ്? നമ്മുടെ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ അൺഫെയർ ആയിട്ടുള്ള കോമ്പറ്റീഷനിൽ നിന്ന് അവരെ മാറ്റുക, അതുപോലെ തന്നെ അഡ്വേഴ്സ് ആയിട്ടുള്ള കോമ്പറ്റീഷനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. അതുപോലെ തന്നെ ഈ കോമ്പറ്റീഷൻ ആക്ടിനെ നോക്കുന്നത് കോമ്പറ്റീഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ്. ആരാണ്? കൗൺസിൽ അല്ല, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ആരാണ്? കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു കോമ്പറ്റീഷൻ ആക്ടിനെ കൺട്രോൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും MRTPക്ക് ഉണ്ടായിരിക്കുന്ന കുറച്ച് ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാനായിട്ടായിരിക്കുമല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ നമ്മുടെ MRTPയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ 3 സെക്ടേഴ്സിനെ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ കോമ്പറ്റീഷൻ ആക്ടിൽ എന്ന് പറയുമ്പോൾ എല്ലാ സെക്ടേഴ്സിനെയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇത് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ MRTP ആക്ടിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഫൈനും ഇംപ്രിഷൻമെൻറ്റും ആയിരുന്നു കൊടുത്തിരുന്നത് ഇത് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ. എന്നാൽ കോമ്പറ്റീഷൻ ആക്ടിൻ്റെ കേസിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫൈൻസ് മാത്രമല്ല അതുപോലെ പെനാൽറ്റീസുമാണ്. ഇംപ്രിഷൻമെൻറ്റ് അവിടെ കൊടുക്കുന്നില്ല. ഫൈൻസ് ആൻഡ് ഇവിടെ കോമ്പറ്റീഷൻ ആക്ടിൽ ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ഇത് എല്ലാ സെക്ടേഴ്സിനെയും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ സെക്ടേഴ്സിലോട്ടേക്കും ഇത് ബാധകമായിട്ടാണ് ഇരിക്കുന്നത്. കോമ്പറ്റീഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് ഇത് നിലനിർത്തുന്നത്. MRTPയുടെ കേസിൽ ഏതായിരുന്നു വന്നിരുന്നത്? അവിടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫേഴ്സ് ആയിരുന്നു വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സെപ്പറേറ്റ് പ്രൊവിഷനുണ്ട് കേസ് സെറ്റിൽ ചെയ്യാനായിട്ട്. ദെയർ ഈസ് എ സെപ്പറേറ്റ് പ്രൊവിഷൻ എന്തിനുണ്ട്? കേസസ് സെറ്റിൽ ചെയ്യാനായിട്ട്. നമ്മുടെ കോമ്പറ്റീഷൻ ആക്റ്റിൽ കേസസ് സെറ്റിൽ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്. കേസ് സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പ്രൊവിഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ അല്ലേ? അപ്പം ഇതാണ് മെയിനായിട്ട് ഈ നമ്മുടെ കോമ്പറ്റീഷൻ ആക്ട് MRTPയും ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു കോമ്പറ്റീഷൻ ആക്ടിൻ്റെ കേസിൽ നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഫെയർ കോമ്പറ്റീഷനാണ്, അതുപോലെ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുന്നു, എക്കണോമിക് ഗ്രോത്തിനെ സഹായിക്കുന്നു, അതേപോലെ ഇൻ്റർനാഷണൽ ട്രേഡിനെ ഇത് സഹായിക്കുന്നു. എങ്ങനെയാണ് ഇൻ്റർനാഷണൽ ട്രേഡിനെ ഇത് സഹായിക്കുന്നത്? ഒരു ബിസിനസ് നമ്മൾ ഈ ഒരു ആക്ട് വഴി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഗ്ലോബൽ മാർക്കറ്റിലോട്ടേക്ക് പോകുന്നു, കോമ്പറ്റീഷൻ വരുന്നു, അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡ് ക്രിയേറ്റ് ആയിട്ട് നമുക്ക് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, പിന്നെ എന്താണ്? ഒരുപാട് ഓൺട്രപ്രനേഴ്സിനെ സഹായിക്കുന്ന ഒരു ആക്ട് കൂടിയാണ് എന്തെന്ന് പറയുന്നത്? ഈ കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതെന്താണ്? എഫിഷ്യൻസി പ്രൊമോട്ട് ചെയ്യുന്നു, അതുപോലെ ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മെയിനായിട്ടുള്ള ഇതിൻ്റെ പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഒന്ന് ഫെയർ കോമ്പറ്റീഷൻ, ഫെയർ ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ആയിരിക്കും കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, കൺസ്യൂമേഴ്സിനെ എന്ത് ചെയ്തിരിക്കുന്നു? കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എഫിഷ്യൻസി എൻഷുർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻ്റർനാഷണൽ ട്രേഡ് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ എന്താണ്? ഓൺട്രപ്രനറിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓൺട്രപ്രനർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓൺട്രപ്രനർഷിപ്പിനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? കൺസ്യൂമറിൻ്റെ വെൽഫെയർ ഇത് എൻഷുർ ചെയ്യുന്നുണ്ട്. ഓക്കെ, കൺസ്യൂമറിൻ്റെ വെൽഫെയർ കൂടി എൻഷുർ ചെയ്യുന്നു. കൺസ്യൂമർ വെൽഫെയറും എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൽ എൻഷുർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും കോമ്പറ്റീഷൻ ആക്ടിനെ കുറിച്ചും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ കോമ്പറ്റീഷൻ ആക്ട് 2002 വന്നിരിക്കുന്നത്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് അതിനെ നിലനിർത്തുന്നത്. എല്ലാ സെക്ടേഴ്സിനും അത് ബാധകമാണ്. അതിന് തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? കേസസ് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇത് ഫെയർ ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ, കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസിനെ ഇല്ലാതെയാക്കുന്നു, കോമ്പറ്റീഷൻ എൻഷുർ ചെയ്യുന്നുണ്ട്, എക്കണോമിക് ഗ്രോത്ത്, ഇൻ്റർനാഷണൽ ട്രേഡ്, അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, കൺസ്യൂമറിൻ്റെ വെൽഫെയർ, ട്രാൻസ്പെറൻസി, ഇതൊക്കെ എൻഷുർ ചെയ്യാനായിട്ടും ആർക്ക് സാധിക്കുന്നുണ്ട്? കോമ്പറ്റീഷൻ ആക്ടിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് MRTP ആണോ കോമ്പറ്റീഷൻ ആക്ട് ആണോ ബെറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ MRTPയുടെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്തുകൊണ്ടാണ് ആര് വന്നിരിക്കുന്നത്? കോമ്പറ്റീഷൻ ആക്റ്റും വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ്
ക്ലാരിഫിക്കേഷൻസോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം എൻജോയ് ലേണിംഗ്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സോ മച്ച്.